ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ വില കുറച്ച് കാണിക്കാനും പാകിസ്ഥാന്റെ അതിക്രമങ്ങൾക്ക് വെള്ളപൂശാനും ശ്രമിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ മുഖത്ത് നോക്കിയാണ് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധവുമായ അവരുടെ വാർത്താ പ്രചാരണത്തെ ഇന്ത്യ പൊളിച്ചെടുക്കിയത്. പാക് അധീന കാശ്മീരിൽ അടുത്തിടെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള വാർത്ത നൽകിയപ്പോൾ ആ പ്രദേശത്തെ പാകിസ്ഥാൻ കാശ്മീർ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ അജണ്ട ഇന്ത്യയുടെ മുന്നിൽ വിലപ്പോവില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയുടെ മുന്നിൽ. അമേരിക്കയിലെ ഇന്ത്യൻ എംബസി അതിശക്തമായാണ് ഇതിനോട് പ്രതികരിച്ചത്. പാകിസ്ഥാൻ കാശ്മീർ എന്നൊരു പ്രദേശമേ ലോകത്തിലില്ലെന്നും ഉള്ളത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ അഥവാ POK മാത്രമാണെന്നും ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കി. സത്യത്തിൽ പാക് അധീന കാശ്മീരിൽ എന്താണ് നടക്കുന്നത്? ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ നടത്തുന്ന കൊടും ചൂഷണങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ കഴിഞ്ഞ മാസം മുതൽ അവിടെ വൻ ജനകീയ പ്രക്ഷോഭമാണ് അരങ്ങേറുന്നത്. തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ ജനങ്ങൾക്ക് നേരെ പാക് സുരക്ഷാ സേന നടത്തിയ ക്രൂരമായിട്ടുള്ള വെടിവെപ്പിൽ 30-ലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്ന ഈ ക്രൂരമായിട്ടുള്ള നരനായാട്ടിനെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും കൃത്യമായി ചോദ്യം ചെയ്യുന്നതിന് പകരം പാക് അധിനിവേശത്തിന് നിയമസാധുത നൽകാനാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ അവിടുത്തെ ഭരണകൂട ഭീകരത ലോകത്തിന് മുന്നിൽ മറച്ചു വെക്കാനുള്ള പാകിസ്ഥാന്റെ വെറും ഒരു നാടകം മാത്രമാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരും ലഡാക്കും എക്കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടെ പാകിസ്ഥാൻ നടത്തുന്നത് കേവലം അനധികൃത അധിനിവേശം മാത്രമാണ്.